ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നല്ല വെയിലായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് നടക്കുന്നു കുറേ നേരം മഴയൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. അപ്പം കിട്ടാതിരുന്ന് നമുക്ക് നല്ല പച്ച മീൻ കിട്ടി. എന്തുവാ, നല്ല വറ്റയും കണമ്പും. അങ്ങനെ തന്നെ ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിനുള്ള അരപ്പ് കൂട്ടാമെന്ന് വിചാരിച്ച് മുളകും മല്ലിയും മൂപ്പിച്ചാണ് ഞാൻ തേങ്ങ അരയ്ക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറ് വെക്കുക, അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം 5-6 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് മുഴുവനും ഒരു ഉലുവ മൂപ്പിച്ചാണ് ഇടുന്നത്, ചൂടാക്കി ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടല്ലോ, അതൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ അരപ്പെല്ലാം കൂടെ നമ്മൾ മൺചട്ടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളതിനകത്ത് എന്തെല്ലാം ചേർക്കാം, ഈ അരപ്പെല്ലാം തട്ടിയിട്ടതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും കഴിഞ്ഞിട്ട് കുടംപുളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കൂടെ കഴുകി ഈ ഉപ്പൊക്കെ ചേർത്തിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം അടപ്പേ വെക്കുക. അടപ്പേ വെച്ച് ഏകദേശം ഒരു തിള വരുമ്പോഴത്തേന് നമുക്ക് ഈ മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഈ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മീൻ വറുക്കാനുള്ള തയ്യാറെടുപ്പ്. ഈ മീനൊന്ന് അടപ്പയിലൊന്ന് സെറ്റാവട്ടെ. അതിന് ശേഷം നമുക്ക് വറുക്കാനുള്ള മസാല പുരട്ടാം. കുരുമുളക്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടെ ഒന്ന് പുരട്ടി വാഴയിലക്കകത്താണ് ഇന്ന് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്യാനെല്ലാം വെച്ചതിന് ശേഷം ഊണിന് കാലമായി നമുക്ക് ഊണ് വിളമ്പാം. നല്ല വറ്റക്കറി. ഇന്നേരം മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്കായും വഴുതനങ്ങായും ചക്കക്കുരുവും ചേർത്ത്. നല്ല ടേസ്റ്റാണ്.